വളരെയേറെ കുസൃതിക്കാരനായ ഒരു പയ്യനായിരുന്നു ഗോലു. വീട്ടിലെ സാധനങ്ങളെല്ലാം അങ്ങിങ്ങായി വലിച്ചെറിയുന്നത് അവന്റെ ഒരു ഹോബിയായിരുന്നു. അവൻ പല കുറുമ്പുകളും കാണിക്കുമായിരുന്നു. ചില ആൾക്കാരുടെ പാന്റ് കീറിക്കളയും, മറ്റു ചില ആൾക്കാരുടെ തലയിൽ വെള്ളം കോരി ഒഴിക്കും, എന്നിട്ട് കളിയാക്കി ചിരിക്കും. അവന്റെ അച്ഛൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ ഇവിടെ കിടന്ന് കളിക്കണ്ട, പുറത്തു പോയി കളിക്ക്, നിന്റെ വികൃതി വരെ കൂടുന്നുണ്ട്. എന്റെ വാക്ക് നീ അനുസരിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും നിനക്ക്. ഇല്ലച്ചാ, ഞാൻ പുറത്തു പോയി കളിച്ചോളാം, അച്ഛൻ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. ഗോലു ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രാമത്തിന് പുറത്തേക്ക് പോയി. അതുപോലെ പക്ഷികളെയൊക്കെ വെടിവെക്കുന്ന ഒരു തോക്കും കയ്യിലെടുത്തു. വൈകുന്നേരമായി. പക്ഷികളൊക്കെ തങ്ങളുടെ മരച്ചില്ലകളിലേക്ക് തിരികെ കൂടണയാനുള്ള സമയമായിരുന്നു. ഗോലു മരത്തിനെ നോക്കി ലക്ഷ്യം വെച്ചു. ആ ലക്ഷ്യം മരത്തിൽ കൂടുകൂട്ടിയിരുന്ന ഒരു കിളിയുടെ നേർക്കായിരുന്നു. അങ്ങനെ വെടികൊണ്ട് ആ പക്ഷി ചത്തുപോയി. ഈ പ്രവൃത്തിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച ഗോലു തിരികെ വീട്ടിലേക്ക് എത്തി. തിരിച്ചു വന്നതിന് ശേഷം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മേ, എനിക്ക് ഇനിയും ഒരുപാട് തോക്കുകൾ വേണം. ആ തോക്കിലെ ഉണ്ടകളെല്ലാം തീർന്നു പോയി. എനിക്ക് വെടിവെക്കാൻ തോക്ക് വേണം. ശരി ശരി, നീ ടെൻഷൻ ആവണ്ട, പോയി കിടന്നുറങ്ങിക്കോ. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി. നേരം വെളുത്തു. ഗോലു അപ്പോഴും ഉറക്കമായിരുന്നു. അവന് നല്ല പനിയായി. ഇവന് നല്ല പനിയുണ്ടല്ലോ, ഇതേ നോക്കൂ. ഒന്ന് വേഗം ഡോക്ടറെ വിളിക്കേ. ആ, ഇപ്പൊ തന്നെ വിളിക്കാം. അവന്റെ അച്ഛൻ ഡോക്ടറിന് ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ സാർ, ഇന്നലെ വൈകുന്നേരം എന്റെ മകന് ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി അവന് പെട്ടെന്ന് പനി വന്നു. നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് അവന് പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇവനെന്താ പറ്റിയെന്ന് ഒന്ന് നോക്കുവോ? വിഷമിക്കേണ്ട, ഞാൻ ഇപ്പൊ തന്നെ നോക്കിക്കോളാം. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. ഡോക്ടർ, കാശിനെ പറ്റി ഒന്നും വിഷമിക്കേണ്ട. ഇവൻ ഞങ്ങളുടെ ഒരു മകനാണ്. ഇവനെ എത്രയും പെട്ടെന്നൊന്ന് സുഖമാക്കി തരണം. ഞാൻ ഇവനെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, അത് കഴിഞ്ഞ് ഇവനുള്ള മരുന്ന് കൊടുക്കാം. ഡോക്ടർ ഗോലുവിനെ ചെക്കപ്പ് ചെയ്തു, മരുന്നുകളും കൊടുത്തു. എന്നിട്ട് അവന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇവൻ വൈകുന്നേരത്തിനുള്ളിൽ സുഖമായിക്കോളും. അങ്ങനെ സുഖമായില്ലെങ്കിൽ ഞാൻ വീണ്ടും വന്ന് ഇവനെ ചെക്കപ്പ് ചെയ്തോളാം. എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ എനിക്ക് എന്റെ ഫീസ് തരൂ, ഞാൻ പോകട്ടെ. എത്ര ഫീസാണ് ഡോക്ടർ വേണ്ടത്? അധികമൊന്നുമില്ല, 300 രൂപ. മാത്രമല്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി 115 രൂപ പെട്രോൾ കൂലിയായി. അതുകൊണ്ട് അത് വേറെ തരികയും വേണം. അതായത് 415 രൂപ തരണമെന്നാണോ? അതെ, അത് തന്നെ. പക്ഷേ ഇപ്പോ എന്റെ കയ്യിൽ കാശായിട്ട് ഒന്നുമില്ല. കാശായിട്ട് തന്നില്ലെങ്കിലും സാരമില്ല, ഗൂഗിൾ പേ ആയിട്ടോ ഫോൺ പേ ആയിട്ടോ എനിക്ക് അയച്ചു തന്നാൽ മതി. അങ്ങനെ ഇപ്പോൾ അയക്കാമല്ലോ. പേടിഎമ്മിൽ കൂടി നിങ്ങൾക്ക് പണം അയച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ സ്കാൻ ചെയ്തും പണം അയക്കാം. ഗോലുവിന്റെ അച്ഛൻ ഓൺലൈനിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്തു. കാശ് കിട്ടിയതും ഡോക്ടർ പോയി. ഗോലുവിന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമമായി. വൈകുന്നേരമായി. എന്നിട്ടും ഗോലു എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. കഴിച്ച മരുന്നുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പോഴാണ് ഗോലുവിന്റെ മുത്തശ്ശി ഗോലുവിനെ കാണാൻ അവിടേക്ക് എത്തിയത്. ഗോലുവിന്റെ കണ്ണ് തുറന്നു നോക്കിയിട്ട് മുത്തശ്ശി പറഞ്ഞു, ഇവന്റെ പനി ഈ മരുന്ന് കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. ഈ പനി മാറാൻ ഇവനെ ഒരു മന്ത്രവാദിയെ കാണിച്ചാ മതി. അയാൾ വളരെ സമർത്ഥനാണ്. നിങ്ങൾക്ക് ആ മന്ത്രവാദിയെ പരിചയമുണ്ടോ ആന്റി? ആ, എനിക്ക് നന്നായിട്ട് അറിയാം. ത്രിലോക്നാഥ് എന്ന പേരിൽ ഒരു മന്ത്രവാദിയുണ്ട്. അയാൾ നല്ല പരിചയസമ്പന്നനാ. ഗോലുവിന്റെ മേൽ പ്രേതബാധ ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴേ അദ്ദേഹത്തിന് ഫോൺ ചെയ്യാം. മുത്തശ്ശി ത്രിലോക്നാഥിന് ഫോൺ ചെയ്തു. നമസ്കാരം ത്രിലോക്നാഥ് സാർ, എന്റെ കൊച്ചുമോന് പനിയാണ്. ഇനിയും അവന്റെ പനി മാറിയിട്ടില്ല. ദയവായി നിങ്ങൾ ഇവിടം വരെ ഒന്ന് വന്ന് കുഞ്ഞിനെ ഒന്ന് നോക്കിയാൽ നന്നായിരുന്നു. ശരിയമ്മേ, ഞാനൊരു അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തിയേക്കാം. അല്പസമയം കഴിഞ്ഞപ്പോൾ ത്രിലോക്നാഥ് അവിടേക്ക് വന്നു. ഡോക്ടർ കൊടുത്ത മരുന്ന് കണ്ടപ്പോ ത്രിലോക്നാഥ് പറഞ്ഞു, നല്ല മരുന്ന് തന്നെയാണല്ലോ ഡോക്ടർ കൊടുത്തത്, എന്നിട്ടും എന്താ ശരിയാവാത്തത്? അങ്ങനെയാണെങ്കിൽ മുൻപ് അമ്മ പറഞ്ഞത് തന്നെയായിരിക്കും ശരി. നിങ്ങളുടെ പേരക്കുട്ടിയെ ഏതോ ദുഷ്ടശക്തി ബാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവനെ ഒന്ന് എഴുന്നേറ്റിരുത്തിക്കേ. അപ്പോൾ ത്രിലോക്നാഥ് ആ കുട്ടിയുടെ തലയിൽ കൈവച്ചു. എന്നിട്ട് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അതിനുശേഷം സഞ്ചിയിൽ നിന്ന് എന്തോ തീർത്ഥമെടുത്ത് അവന്റെ മുഖത്തേക്ക് തളിച്ചു. അപ്പോ ഗോലുവിന്റെ മുഖം ആകെ ചുവന്നു. കണ്ണുകളെല്ലാം ചുവന്ന് തുടുത്ത് തീക്കട്ട പോലെയായി മാറി. അതാകെ പേടിപ്പിക്കുന്നതായിരുന്നു. ത്രിലോക്നാഥ്, നീ നിന്റെ പണി മാത്രം നോക്കിയാൽ മതി. ഈ ചെറിയ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നിനക്ക് നല്ലത്. പുറത്തു വാ, എന്നിട്ട് എന്നോട് സംസാരിക്ക്. നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറ. ത്രിലോക്നാഥ് വീണ്ടും തീർത്ഥമെടുത്ത് അവന്റെ മുഖത്തേക്ക് തളിച്ചു. എന്നിട്ട് അട്ടഹസിച്ചു, വരൂ, പുറത്തേക്കിറങ്ങ്. ത്രിലോക്നാഥ് അങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ആ പ്രേതം പുറത്തേക്ക് വന്ന് ഗോലുവിന്റെ തലയ്ക്ക് മുകളിൽ
വായുവിൽ ഇങ്ങനെ ഉയർന്നു നിന്നു. എനിക്ക് ഈ കുട്ടിയെ വേണം. കുട്ടികൾ ദൈവത്തിന്റെ രൂപമാണെന്നാണ് പറയാറുള്ളത്. പക്ഷെ നീ ഒരു പ്രേതമാണ്. ഈ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് നീ എന്തിനാണ് വാശി പിടിക്കുന്നത്? ഈ കുട്ടിയോട് പ്രതികാരം വീട്ടിയിട്ടേ ഞാൻ അടങ്ങൂ. പ്രതികാരമോ? എന്തിനുള്ള പ്രതികാരം? നീ എന്തിനാണ് പ്രതികാരം ചെയ്യുന്നത്? ഈ ചെറിയ കുട്ടി ആരോട് എന്ത് പാവമാണ് ചെയ്തിട്ടുള്ളത്? ഈ കുട്ടി ഞാൻ മരത്തിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവന്റെ തോക്കിൽ നിന്നുള്ള ഉണ്ട എന്റെ വയറി കീറി തുളച്ച് മറുവശത്തേക്ക് പോയി. ഗോലു തോക്കുകൊണ്ട് വെടിവെച്ച മരത്തിനടുത്തെത്തി. മരത്തിൽ കറുപ്പ് സാരി ഉടുത്തിരുന്ന ആ പ്രേതത്തിന്റെ പുറത്ത് ചവിട്ടി അവൻ ആ മരത്തിന്റെ മുകളിലേക്ക് കയറി. അപ്പോഴാ പ്രേതം അവന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവനെ അത് ബാധിച്ചു. അപ്പോൾ ഈ ദുഷ്ടനായ കുട്ടിയെ ഞാൻ കടന്നു പിടിച്ചു. ഇനി ഞാൻ ഇവനെയും എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് അതേ മരത്തിൽ താമസിക്കും. കുട്ടികൾ നിഷ്കളങ്കരാണ്. ഈ പ്രായത്തിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. നിനക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും പ്രേതമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിനക്ക് മോക്ഷം തരാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിനക്ക് പവിത്രമായ ഗംഗാജലം തളിച്ച് ഞാൻ നിനക്ക് മോക്ഷം തരും. ഇങ്ങനെ പറഞ്ഞിട്ട് ഉടൻ തന്നെ ആ മാന്ത്രികൻ തന്റെ കൈവശമിരുന്ന ഗംഗാജലം തളിച്ചു. ഉടനെ ആ പ്രേതം അന്തരീക്ഷത്തിൽ മറഞ്ഞുപോയി. അപ്പോൾ ഗോലു ബോധം കെട്ട് കട്ടിലേക്ക് വീണു. അവരവനെ വിളിച്ചപ്പോ അവൻ ഉണർന്നു. എല്ലാവരും അവന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗോലു വികൃതിത്തരങ്ങളൊന്നും കാണിക്കാത്ത ഒരു നല്ല കുട്ടിയാണ്. വളരെയേറെ കുസൃതിക്കാരനായ ഒരു പയ്യനായിരുന്നു ഗോലു. വീട്ടിലെ സാധനങ്ങളെല്ലാം അങ്ങിങ്ങായി വലിച്ചെറിയുന്നത് അവന്റെ ഒരു ഹോബിയായിരുന്നു. അവൻ പല കുറുമ്പുകളും കാണിക്കുമായിരുന്നു. ചില ആൾക്കാരുടെ പാന്റ് കീറിക്കളയും, മറ്റു ചില ആൾക്കാരുടെ തലയിൽ വെള്ളം കോരി ഒഴിക്കും, എന്നിട്ട് കളിയാക്കി ചിരിക്കും. അവന്റെ അച്ഛൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ ഇവിടെ കിടന്ന് കളിക്കണ്ട, പുറത്തു പോയി കളിക്ക്. നിന്റെ വികൃതി പോലെ കൂടുന്നുണ്ട്. എന്റെ വാക്ക് നീ അനുസരിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടും നിനക്ക്. ഇല്ലച്ചാ, ഞാൻ പുറത്തു പോയി കളിച്ചോളാം. അച്ഛൻ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. ഗോലു ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രാമത്തിന് പുറത്തേക്ക് പോയി. അതുപോലെ പക്ഷികളെയൊക്കെ വെടിവെക്കുന്ന ഒരു തോക്കും കയ്യിലെടുത്തു. വൈകുന്നേരമായി. പക്ഷികളൊക്കെ തങ്ങളുടെ മരച്ചില്ലകളിലേക്ക് തിരികെ കൂടണയാനുള്ള സമയമായിരുന്നു. ഗോലു മരത്തിനെ നോക്കി ലക്ഷ്യം വെച്ചു. ആ ലക്ഷ്യം മരത്തിൽ കൂടുകൂട്ടിയിരുന്ന ഒരു കിളിയുടെ നേർക്കായിരുന്നു. അങ്ങനെ വെടികൊണ്ട് ആ പക്ഷി ചത്തുപോയി. ഈ പ്രവൃത്തിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച ഗോലു തിരികെ വീട്ടിലേക്ക് എത്തി. തിരിച്ചു വന്നതിന് ശേഷം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മേ, എനിക്ക് ഇനിയും ഒരുപാട് തോക്കുകൾ വേണം. ആ തോക്കിലെ ഉണ്ടകളെല്ലാം തീർന്നു പോയി. എനിക്ക് വെടിവെക്കാൻ തോക്ക് വേണം. ശരി ശരി, നീ ടെൻഷൻ ആവണ്ട, പോയി കിടന്നുറങ്ങിക്കോ. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി. നേരം വെളുത്തു. ഗോലു അപ്പോഴും ഉറക്കമായിരുന്നു. അവന് നല്ല പനിയായി. ഇവന് നല്ല പനിയുണ്ടല്ലോ. ഇതേ നോക്കൂ, ഒന്ന് വേഗം ഡോക്ടറെ വിളിക്കേ. ആ, ഇപ്പൊ തന്നെ വിളിക്കാം. അവന്റെ അച്ഛൻ ഡോക്ടറിന് ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ സാർ, ഇന്നലെ വൈകുന്നേരം എന്റെ മകന് ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി അവന് പെട്ടെന്ന് പനി വന്നു. നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് അവന് പനി ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇവനെന്താ പറ്റിയെന്ന് ഒന്ന് നോക്കുവോ? വിഷമിക്കേണ്ട, ഞാൻ ഇപ്പൊ തന്നെ നോക്കിക്കോളാം. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. ഡോക്ടർ, കാശിനെ പറ്റി ഒന്നും വിഷമിക്കേണ്ട. ഇവൻ ഞങ്ങളെ ഒരു മകനാണ്. ഇവനെ എത്രയും പെട്ടെന്നൊന്ന് സുഖമാക്കി തരണം. ഞാൻ ഇവനെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, അത് കഴിഞ്ഞ് ഇവനുള്ള മരുന്ന് കൊടുക്കാം. ഡോക്ടർ ഗോലുവിനെ ചെക്കപ്പ് ചെയ്തു. മരുന്നുകളും കൊടുത്തു. എന്നിട്ട് അവന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇവൻ വൈകുന്നേരത്തിനുള്ളിൽ സുഖമായിക്കോളും. അങ്ങനെ സുഖമായില്ലെങ്കിൽ ഞാൻ വീണ്ടും വന്ന് ഇവനെ ചെക്കപ്പ് ചെയ്തോളാം. എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ എനിക്ക് എന്റെ ഫീസ് തരൂ. ഞാൻ പോകട്ടെ. എത്ര ഫീസാണ് ഡോക്ടർ വേണ്ടത്? അധികമൊന്നുമില്ല, 300 രൂപ. മാത്രമല്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി 115 രൂപ പെട്രോൾ കൂലിയായി. അതുകൊണ്ട് അത് വേറെ തരികയും വേണം. അതായത് 415 രൂപ തരണമെന്നാണോ? അതെ, അത് തന്നെ. പക്ഷേ ഇപ്പോ എന്റെ കയ്യിൽ കാശായിട്ട് ഒന്നുമില്ല. കാശായിട്ട് തന്നില്ലെങ്കിലും സാരമില്ല. ഗൂഗിൾ പേ ആയിട്ടോ ഫോൺ പേ ആയിട്ടോ എനിക്ക് അയച്ചു തന്നാൽ മതി. അങ്ങനെ ഇപ്പോൾ അയക്കാമല്ലോ. പേടിഎമ്മിൽ കൂടി നിങ്ങൾക്ക് പണം അയച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ സ്കാൻ ചെയ്തും പണം അയക്കാം. ഗോലുവിന്റെ അച്ഛൻ ഓൺലൈനിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്തു. കാശ് കിട്ടിയതും ഡോക്ടർ പോയി. ഗോലുവിന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമമായി. വൈകുന്നേരമായി. എന്നിട്ടും ഗോലു എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. കഴിച്ച മരുന്നുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പോഴാണ് ഗോലുവിന്റെ മുത്തശ്ശി ഗോലുവിനെ കാണാൻ അവിടേക്ക് എത്തിയത്. ഗോലുവിന്റെ കണ്ണ് തുറന്നു നോക്കിയിട്ട് മുത്തശ്ശി പറഞ്ഞു, ഇവന്റെ പനി ഈ മരുന്ന് കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. ഈ പനി മാറാൻ ഇവനെ ഒരു മന്ത്രവാദിയെ കാണിച്ചാ മതി. അയാൾ വളരെ സമർത്ഥനാണ്. നിങ്ങൾക്ക് ആ മന്ത്രവാദിയെ പരിചയമുണ്ടോ ആന്റി?
ആ, എനിക്ക് നന്നായിട്ട് അറിയാം. ത്രിലോക്നാഥ് എന്ന പേരിൽ ഒരു മന്ത്രവാദിയുണ്ട്. അയാൾ നല്ല പരിചയസമ്പന്നനാ. ഗോലുവിന്റെ മേൽ പ്രേതബാധ ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴേ അദ്ദേഹത്തിന് ഫോൺ ചെയ്യാം. മുത്തശ്ശി ത്രിലോക്നാഥിന് ഫോൺ ചെയ്തു. നമസ്കാരം ത്രിലോക്നാഥ് സാർ. എന്റെ കൊച്ചുമോന് പനിയാണ്. ഇനിയും അവന്റെ പനി മാറിയിട്ടില്ല. ദയവായി നിങ്ങൾ ഇവിടം വരെ ഒന്ന് വന്ന് കുഞ്ഞിനെ ഒന്ന് നോക്കിയാൽ നന്നായിരുന്നു. ശരിയമ്മേ, ഞാനൊരു അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തിയേക്കാം. അല്പസമയം കഴിഞ്ഞപ്പോൾ ത്രിലോക്നാഥ് അവിടേക്ക് വന്നു. ഡോക്ടർ കൊടുത്ത മരുന്ന് കണ്ടപ്പോ ത്രിലോക്നാഥ് പറഞ്ഞു, നല്ല മരുന്ന് തന്നെയാണല്ലോ ഡോക്ടർ കൊടുത്തത്, എന്നിട്ടും എന്താ ശരിയാവാത്തത്? അങ്ങനെയാണെങ്കിൽ മുൻപ് അമ്മ പറഞ്ഞത് തന്നെയായിരിക്കും ശരി. നിങ്ങളുടെ പേരക്കുട്ടിയെ ഏതോ ദുഷ്ടശക്തി ബാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവനെ ഒന്ന് എഴുന്നേറ്റിരുത്തിക്കേ. അപ്പോൾ ത്രിലോക്നാഥ് ആ കുട്ടിയുടെ തലയിൽ കൈവച്ചു. എന്നിട്ട് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അതിനുശേഷം സഞ്ചിയിൽ നിന്ന് എന്തോ തീർത്ഥമെടുത്ത് അവന്റെ മുഖത്തേക്ക് തളിച്ചു. അപ്പോ ഗോലുവിന്റെ മുഖം ആകെ ചുവന്നു. കണ്ണുകളെല്ലാം ചുവന്ന് തുടുത്ത് തീക്കട്ട പോലെയായി മാറി. അതാകെ പേടിപ്പിക്കുന്നതായിരുന്നു. ത്രിലോക്നാഥ്, നീ നിന്റെ പണി മാത്രം നോക്കിയാ മതി. ഈ ചെറിയ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നിനക്ക് നല്ലത്. പുറത്തു വാ, എന്നിട്ട് എന്നോട് സംസാരിക്ക്. നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറ. ത്രിലോക്നാഥ് വീണ്ടും തീർത്ഥമെടുത്ത് അവന്റെ മുഖത്തേക്ക് തളിച്ചു. എന്നിട്ട് അട്ടഹസിച്ചു, വരൂ, പുറത്തേക്ക് ഇറങ്ങ്. ത്രിലോക്നാഥ് അങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ആ പ്രേതം പുറത്തേക്ക് വന്ന് ഗോലുവിന്റെ തലയ്ക്ക് മുകളിൽ വായുവിൽ ഇങ്ങനെ ഉയർന്നു നിന്നു. എനിക്ക് ഈ കുട്ടിയെ വേണം. കുട്ടികൾ ദൈവത്തിന്റെ രൂപമാണെന്നാണ് പറയാറുള്ളത്. പക്ഷെ നീ ഒരു പ്രേതമാണ്. ഈ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് നീ എന്തിനാണ് വാശി പിടിക്കുന്നത്? ഈ കുട്ടിയോട് പ്രതികാരം വീട്ടിയിട്ടേ ഞാൻ അടങ്ങൂ. പ്രതികാരമോ? എന്തിനുള്ള പ്രതികാരം? നീ എന്തിനാണ് പ്രതികാരം ചെയ്യുന്നത്? ഈ ചെറിയ കുട്ടി ആരോട് എന്ത് പാവമാണ് ചെയ്തിട്ടുള്ളത്? ഈ കുട്ടി ഞാൻ മരത്തിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവന്റെ തോക്കിൽ നിന്നുള്ള ഉണ്ട എന്റെ വയറ് കീറി തുളച്ച് മറുവശത്തേക്ക് പോയി. ഗോലു തോക്കുകൊണ്ട് വെടിവെച്ച മരത്തിനടുത്തെത്തി. മരത്തിൽ കറുപ്പ് സാരി ഉടുത്തിരുന്ന ആ പ്രേതത്തിന്റെ പുറത്ത് ചവിട്ടി അവൻ ആ മരത്തിന്റെ മുകളിലേക്ക് കയറി. അപ്പോഴാ പ്രേതം അവന്റെ പുറകെ തന്നെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവനെ അത് ബാധിച്ചു. അപ്പോൾ ഈ ദുഷ്ടനായ കുട്ടിയെ ഞാൻ കടന്നു പിടിച്ചു. ഇനി ഞാൻ ഇവനെയും എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് അതേ മരത്തിൽ താമസിക്കും. കുട്ടികൾ നിഷ്കളങ്കരാണ്. ഈ പ്രായത്തിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. നിനക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും പ്രേതമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിനക്ക് മോക്ഷം തരാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിനക്ക് പവിത്രമായ ഗംഗാജലം തളിച്ച് ഞാൻ നിനക്ക് മോക്ഷം തരും. ഇങ്ങനെ പറഞ്ഞിട്ട് ഉടൻ തന്നെ ആ മാന്ത്രികൻ തന്റെ കൈവശമിരുന്ന ഗംഗാജലം തളിച്ചു. ഉടനെ ആ പ്രേതം അന്തരീക്ഷത്തിൽ മറഞ്ഞുപോയി. അപ്പോൾ ഗോലു ബോധം കെട്ട് കട്ടിലേക്ക് വീണു. അവരവനെ വിളിച്ചപ്പോ അവൻ ഉണർന്നു. എല്ലാവരും അവന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗോലു വികൃതിത്തരങ്ങളൊന്നും കാണിക്കാത്ത ഒരു നല്ല കുട്ടിയാണ്.